കണ്ടില്ലേ, കാട്ടിക്കോടുള്ള യാത്രയാണ്. ഞാൻ സൈക്കിളും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം പിടിക്കുന്നു കണ്ടിട്ട്. കയറ്റങ്ങളും കയറിയിട്ട് കാട്ടിക്കോടെ കരടിയുടെ ഫോട്ടോയും പുലിയുടെയും അതേപോലെ കടുവയുടെയും ആനയുടെയും എല്ലാത്തിനും ഫോട്ടോസൊക്കെ റോഡിൽ വെച്ചിട്ടുണ്ട്. ഗംഭീരമായി കാടെന്ന് പറഞ്ഞ ഫുള്ള് കാടല്ലേ. എന്തോ കാര്യത്തിന് ഈ വണ്ടി കിട്ടിയോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ബെല്ലും ഞാനും സെറ്റായിട്ട് പോയോണ്ട് തോന്നുന്നു. അപ്പൊ കിട്ടില്ല, ഇപ്പൊ നമ്മള് കർണാടക എത്തിയിട്ടാ. അപ്പൊ ചെക്ക് പോസ്റ്റ് ഇപ്പൊ വീട് വെക്കാൻ പറ്റുന്നതാണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു, ഗോവ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു, ഗോവ ഫുള്ള് തീർന്നു. ഇനി മൊത്തം വീണ്ടും കർണാടകയിലേക്ക് വന്നു. ഇനി കർണാടകയിൽ നിന്ന് ഇപ്പൊ നമ്മൾ 2 ദിവസമുള്ളിൽ എന്തായാലും മഹാരാഷ്ട്ര കയറൂട്ടാ. അപ്പൊ അതിൽ വീട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 5 ദിവസത്തെ യാത്രയാണ്. നമുക്ക് വെറും 2 മണിക്കൂറിനുള്ളിൽ ആളിവിടെ എത്തിച്ചെന്നെ. വളരെ ടാക്സ് ഉണ്ട് കേട്ടോ ആ കാര്യത്തില്. ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ബെൽഗാവിക്കാണ് പോണേ. ഇപ്പൊ ഇതാളുടെ വില്ലേജ് ആണ്, അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം, വെയിറ്റ് ചെയ്താ. അപ്പൊ ഇത് ഹൈവേ നമ്മൾ തിരിഞ്ഞിട്ട് ഇത് ആളുടെ വില്ലേജിലേക്കുള്ള വഴിയാണ്. ഇത് സാർ യുവർ വില്ലേജ്? ഓക്കെ 1 കിലോമീറ്റർ ഇതാണ് ആളുടെ നാട്ടിലേക്കുള്ള വഴി കേട്ടോ. അപ്പോൾ ആൾ ഇവിടെ നിന്ന് തിരിഞ്ഞ് അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഇത് ആളുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതാണ്. നമുക്കിത് സത്യം പറഞ്ഞ് ഈ ആകാശം മൂടി കിടന്നപ്പോൾ ഇപ്പോൾ നല്ല വെളുത്തുള്ള സ്ഥലത്ത് കൊണ്ട് എത്തി. വണ്ടിയും സംഭവങ്ങളൊക്കെയാണ് ആളാണ് ഇവിടെ നമ്മൾ എത്തിച്ചത്. എന്തായാലും വളരെ ഉപകാരം. കാരണം നമുക്ക് ദൈവത്തിനെ പോലെ ഓരോ ആൾക്കാർ വരും. ദൈവം എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇതേപോലെ രൂപത്തിലായിരിക്കും ദൈവം കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. കാരണം അത്രയധികം ഞാൻ പെട്ടുപോകേണ്ട സംഭവമായിരുന്നു. എന്തായാലും ഈ ചേട്ടൻ ചെയ്ത് വളരെ ഉപകാരം. ചേട്ടാ താങ്ക് യു. വെൽക്കം. ഓക്കെ, നൈസ് ടു മീറ്റ് യു. നെക്സ്റ്റ് ടൈം ഐ സെൻഡ് യു മെസ്സേജ്. ഓക്കെ, ബൈ. അപ്പോൾ എന്താ ചേട്ടൻ്റെ യാത്രയ്ക്കും പറഞ്ഞ് നമ്മൾ യാത്ര പോകാൻ ആളെ ഫ്രണ്ട് ഉണ്ട്, ആളെ ഫേസ് കാണിക്കണില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും കേരളത്തിൽ നോക്കട്ടെ ഉഷാറായി. അപ്പോൾ അടുത്ത് ബെൽഗാവിൽ എത്തിയിരിക്കുന്നു. നമ്മളിനി മഹാരാഷ്ട്ര പൂനെ റോഡിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, അപ്പോൾ ഗടികളെ അവർ പോയി. ഞാൻ അവിടെ നിന്ന് കുറച്ചൊരു മുന്നോട്ട് വന്നു. ഇപ്പം ഞാൻ നിൽക്കുന്നത് കർണാടകയിലാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. കർണാടക എല്ലാം കഴിഞ്ഞു വന്നിട്ട് ഗോവയ്ക്ക് വന്നു. ഗോവയിൽ നിന്ന് മഹാരാഷ്ട്ര അടക്കാനുള്ള പരിപാടിക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ റൂട്ട് മാറി ഇപ്പുറത്തേക്ക് വന്നപ്പോൾ എന്തായി, വീണ്ടും കർണാടകയ്ക്ക് വന്നു. ഇനി ഇവിടുന്ന് 99-100 കിലോമീറ്റർ കൊങ്കോളി എന്ന് പറഞ്ഞ ചെക്ക് പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആ ചെക്ക് പോസ്റ്റ് വഴി മഹാരാഷ്ട്ര കടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 200 സംതിങ് കിലോമീറ്ററോളം പൂനെയിലേക്കുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ സൈക്കിളിൽ കൂടെ ബെല്ലേനെ ഇച്ചി മുള്ളിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് നമുക്ക് ഒരു 10 കിലോമീറ്റർ, ഇപ്പോൾ സമയം 6 മണി ആവാറായിട്ടുണ്ട്. 10 കിലോമീറ്ററോളം പോയിട്ട് നമ്മളെവിടെയെങ്കിലും ഫുഡ് കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ്. ബാക്കിയെല്ലാം വഴി അറിയിക്കുന്നതായിരിക്കും.